ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഇടക്കാല ബജറ്റിൽ കേരളത്തോടുള്ള വിവേചനവും അനീതിയും പ്രകടമാണ്. കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എയിംസ്, കേരയിൽ, ശബരിപാത, കോച്ച് ഫാക്ടറി, മെമു ഷെഡ് തുടങ്ങിയ ആവശ്യങ്ങളൊന്നും കേട്ടതായി പോലും നടിച്ചില്ല. സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. റബ്ബർ വിലസ്ഥിരത ഉറപ്പുവരുത്താനായി ഒരു കേന്ദ്ര ഫണ്ടും സ്ഥാപിച്ചിട്ടില്ല. തീരദേശ സംരക്ഷണത്തിനായി ഒരു പാക്കേജും പ്രഖ്യാപിച്ചില്ല. സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ നേട്ടങ്ങളുടെയും രാഷ്ട്രീയപരവും പ്രത്യയശാസ്ത്രപരവുമായ വ്യത്യാസങ്ങളുടെയും പേരിൽ കേരളത്തെ ശിക്ഷിക്കുകയാണ്. ഇതേ അനുഭവം NDA ഇതര സംസ്ഥാന സർക്കാരുകളെല്ലാം രാജ്യത്ത് നേരിടുകയാണ്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ മതിയാകും. നമ്മളുടെ ഒരുമയെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ശക്തിപ്പെടുമ്പോൾ അവയ്ക്കെതിരെ കൂടുതൽ യോജിപ്പോടെ നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ ഫെഡറലിസത്തെയും സഹകരണാത്മക ഫെഡറലിസത്തെയും ശക്തിപ്പെടുത്തണം. ഇന്നലെ ബഹുമാനായ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ചില പ്രക്ഷോഭങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാകാം ഇന്നലെ കർണാടക പ്രക്ഷോഭവുമായി രംഗത്ത് വന്നു. ഇന്ന് ഈ പ്രക്ഷോഭം നടക്കുന്നു. തമിഴ്നാട് ഇതേ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർത്തുന്നു. എല്ലാം ഇത്തരത്തിൽ അപകടം നേരിടുന്ന സംസ്ഥാനങ്ങൾ യൂണിയൻ സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയാണ്. അപ്പോ രാജ്യത്തിന്റെ പൊതുവായ ഐക്യത്തിനെതിരെ എന്തോ സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. രാജ്യത്തിന്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഞങ്ങള് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിന്റെ ഫെഡറലിസമാണ് രാജ്യത്തിന്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. മതനിരപേക്ഷതയാണ് രാജ്യത്തിന്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടക്കുമ്പോൾ, അതിന് വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിന്റെ ഐക്യത്തിനാണ് വഴിവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇടക്കാല ബജറ്റിൽ ഉൾപ്പെടെ രാജ്യത്തെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി തങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് യൂണിയൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ജനങ്ങളുടെ സുഖവും ക്ഷേമവും ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധതയുള്ളവരെന്ന നിലക്ക് നമുക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് അത്തരത്തിലൊരു മനുഷ്യത്വ വിരുദ്ധ സമീപനം കൈക്കൊള്ളാൻ കഴിയുകയില്ല. ഓരോ സംസ്ഥാനത്തിന്റെയും അവസ്ഥ പരിശോധിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. വലിയ തോതിൽ കേന്ദ്ര സർക്കാർ സഹായം നൽകുന്ന തൻകുഞ്ഞുങ്ങളായി കണക്കാക്കുന്ന സംസ്ഥാനങ്ങളുടെ പൊതുവായ പുരോഗതി എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ പുറകോട്ട് പോകുന്നു എന്നത് കാണാൻ കഴിയും. നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാനായി പോരാടുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നൂതന മാർഗങ്ങൾ ആരായുകയും വേണം എന്നതാണ് ഞങ്ങൾ കാണുന്നത്. സംസ്ഥാനത്ത് സാമ്പത്തിക വൈഷമ്യമുള്ളത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് എന്ന് ചിലർ ആക്ഷേപിക്കാൻ തയ്യാറാകുന്നുണ്ട്. പൂർണ്ണമായും സത്യവിരുദ്ധമായ വാദമാണിത്. വൈഷമ്യങ്ങൾക്കിടയിലും ട്രഷറി സമ്പൂർണമായും കേരളത്തിൽ പ്രവർത്തന സജ്ജമാണ്. തനത് വരുമാനം വളരെ ശ്രദ്ധേയമാംവിധം ഉയർന്ന ഘട്ടവുമാണിത്. സംസ്ഥാനത്തിന്റെ മൊത്തം ചെലവെടുത്താൽ
2020-21 1,31,884 കോടി രൂപയായിരുന്നു. അത് 2020-21. അപ്പോൾ 2022-23 1,58,738 കോടി രൂപയായി ഉയർന്നു. 1,31,000 കോടിയിൽ നിന്ന് 1,58,000 കോടിയായി ഉയർന്നു. ഈ വർഷാവസാനം അത് 1,68,407 കോടി രൂപയായി ഉയരുമെന്നാണ് നാം കാണേണ്ടത്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സജീവതയാണ് കാണിക്കുന്നത്, കെടുകാര്യസ്ഥയല്ല. തനത് വരുമാനത്തിൽ കാര്യമായ വർധനവുണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ തുക ചെലവിട്ടത്. ഒറ്റ വർഷം കൊണ്ട് തനത് നികുതി വരുമാനം 2020-21 47,661 കോടി രൂപയായിരുന്നത് 2021-22 58,341 2022-23 71,968 കോടി രൂപയായും സംസ്ഥാനത്ത് ഉയർത്താനായി. വർഷാവസാനം 78,000 കോടി രൂപയാവും. അതായത് 2020-21 നിന്ന് 47,661 കോടിയിൽ നിന്ന് ഈ വർഷം അവസാനമാകുമ്പോൾ 78,000 കോടി രൂപയിലേക്ക് ഉയർത്താൻ സംസ്ഥാനത്തിന് കഴിയുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ദ്രോഹ നടപടികളും ഉണ്ടായിട്ടും കേരളത്തിലെ സാമ്പത്തിക നിശ്ചലത ഉണ്ടായില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇങ്ങനെ തനത് വരുമാനം ഉയർത്തിയെടുത്തതാണോ സാമ്പത്തിക കെടുകാര്യസ്ഥത? കേന്ദ്രത്തിന്റെ വിപരീത നിലപാടുകളൊക്കെ ഉണ്ടായിട്ടും ക്ഷേമ സേവന മേഖലകളിൽ ഒരു കുറവും വരുത്തിയില്ല. കാര്യമായ വർധനവ് ഉണ്ടാക്കാനും കഴിഞ്ഞു. 65 രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ 35 രൂപ കേന്ദ്രം തരുമെന്നാണ് കണക്ക്. കേരളം തനത് നികുതി വരുമാനമായി 79 രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപയാണ്. ഇത് മറ്റേത് സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കണം. ഉത്തർപ്രദേശിന് 100-ൽ 46, ബീഹാറിന് 100-ൽ 70, കേരളത്തിന് 100-ൽ 21. ഇതിനെ വിവേചനമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? സംസ്ഥാനങ്ങൾക്കായി വിഭജിക്കുന്ന നികുതിയിലെ കേരളത്തിന്റെ വിഹിതം 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.87% ഇത് 14ാം ധനകാര്യ കമ്മീഷനിൽ 2.5% 15ാം ധനകാര്യ കമ്മീഷനിൽ 1.9% കുറഞ്ഞു. ഇതിന്റെ ഫലമായി കേരളത്തിനുണ്ടായ നഷ്ടം 18,000 കോടി രൂപയാണ് എന്നത് കേന്ദ്രത്തിന് അറിയാത്തതല്ല. സംസ്ഥാനത്ത് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതത്തിൽ 57,400 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് 12,000 കോടി, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇനത്തിൽ 8,400 കോടി, നേരത്തെ പറഞ്ഞ കിഫ്ബിയുടെ അതേപോലെ പെൻഷൻ കമ്പനിയുടെ വായ്പകൾ പൊതുകടമായി കണക്കാക്കിയതിലൂടെ കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയതിന്റെ ഭാഗമായി 7,000 കോടി, പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുകടത്തിലേക്ക് ഉൾപ്പെടുത്തിയതിലൂടെ 12,000 കോടി. ഇതാണ് കേരളത്തിന്റെ നഷ്ടങ്ങളുടെ മറ്റൊരു പട്ടിക. കേന്ദ്രത്തിന്റെ സംസ്ഥാന വിരുദ്ധ നടപടികളുടെ തുടർ പരമ്പര ഉണ്ടായത് ഏത് ഘട്ടത്തിലാണ് എന്നതുകൂടി നാം ഇവിടെ ഓർക്കണം. അഭൂതപൂർവമായ നൂറ്റാണ്ടിലെ മഹാപ്രളയം, നിപ്പ, കോവിഡ് തുടങ്ങിയ മഹാമാരികൾ, ഇവയെല്ലാം കൊണ്ട് കേരളം വലിയ തോതിൽ ദുരന്തത്തിലായ ഘട്ടം. വല്ല വിധേനയും അതിൽ നിന്ന് കരകയറി ഒന്ന് പച്ചപിടിക്കാൻ കേരളം തീവ്ര ശ്രമം നടത്തുമ്പോൾ പ്രത്യേക സഹായത്തിലൂടെ സാധാരണ നിലയിൽ കേന്ദ്രം ആ സംസ്ഥാനത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെയാണ്
ഈ ദ്രോഹ നടപടികളുടെ തുടർച്ച സംസ്ഥാനത്ത് നേരെ ഉണ്ടായത്. എത്ര ക്രൂരമാണിത്! ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത് മനുഷ്യത്വമില്ലായ്മ കൊണ്ടാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.